നമസ്കാരം. സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ജയിൽ മോചിതനായ സവർക്കറെ ഫ്രഞ്ച് സന്ദർശനത്തിനിടെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ അതേ ആഴ്ച തന്നെ പ്രധാനമന്ത്രി പറഞ്ഞതിന് കടകവിരുദ്ധമായി സവർക്കറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം വാജ്പേയി മന്ത്രിസഭാംഗമായ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അരുൺ ഷൂറി പുറത്തിറക്കുകയും ചെയ്തു. ഫ്രഞ്ച് നഗരമായ മാർസെയ്ൽസിൽ എത്തിയപ്പോഴായിരുന്നു മോദി സവർക്കറെയും അദ്ദേഹത്തിന്റെ ധീരമായ പ്രവൃത്തിയെയും അനുസ്മരിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചേർന്ന് പുതിയ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ മന്ദിര ഉദ്ഘാടനം നിർവഹിക്കാനാണ് മോദി മാർസെയ്ൽസിലെത്തിയത്. സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഈ നഗരത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മഹാനായ വീർ സവർക്കർ ധീരമായി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇവിടെ വെച്ചാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷ് കസ്റ്റഡിയിൽ ഏൽപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട മാർസെയ്ൽസിലെ ജനങ്ങളോടും അക്കാലത്തെ ഫ്രഞ്ച് ആക്ടിവിസ്റ്റുകളോടും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് തുടർന്ന് മോദി ട്വീറ്റ് ചെയ്തത്. സവർക്കറുടെ ധീരത തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം നേടിയ നഗരമാണ് ഫ്രാൻസിലെ മാർസെയ്ൽസ് നഗരം. 1910 നാസിക് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് സവർക്കർ ലണ്ടനിൽ അറസ്റ്റിലായിരുന്നു. വിചാരണയ്ക്കായി അദ്ദേഹത്തെ കപ്പലിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാർസെയ്ൽസിൽ നിന്ന് സവർക്കർ കടലിലേക്ക് ചാടി. കപ്പലിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യം വെടിയുതിർത്തെങ്കിലും അദ്ദേഹം നീന്തി രക്ഷപ്പെട്ടു എന്നാണ് സർക്കാർ വെബ്സൈറ്റായ amrit.mahotsav.nic.in പറയുന്നത്. എന്നാൽ ബ്രിട്ടീഷ് പോലീസ് അദ്ദേഹത്തെ മാർസെയ്ൽസിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റിനെതിരെ ഫ്രഞ്ച് സർക്കാർ ഹേഗ് അന്താരാഷ്ട്ര കോടതിയിൽ പ്രതിഷേധിച്ചിരുന്നു. മാത്രമല്ല മാർസെയ്ൽസിലെ ജനങ്ങളും സവർക്കറെ വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഫ്രഞ്ച് സർക്കാർ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ ചരിത്ര സംഭവത്തെ ഓർത്തെടുത്താണ് മോദി മാർസെയ്ൽസിൽ വെച്ച് സവർക്കറെ വാഴ്ത്തിയത്. എന്നാൽ അടുത്തിടെ പുറത്തിറങ്ങിയ തന്റെ ദ ന്യൂ ഐക്കൺ സവർക്കർ ആൻഡ് ദ ഫാക്ട്സ് എന്ന പുസ്തകത്തിൽ സവർക്കറെ കുറിച്ചും അദ്ദേഹത്തിന്റെ വീരകൃത്യമായി ഘോഷിക്കപ്പെട്ട കപ്പലിൽ നിന്നുള്ള തടവുചാട്ടത്തെക്കുറിച്ചും പാഠഭേദം അവതരിപ്പിക്കുന്നുണ്ട് മുൻ BJP കേന്ദ്രമന്ത്രിയും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ അരുൺ ഷൂരി. തടവുപുള്ളി എന്ന നിലയിൽ ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ ഫ്രാൻസിലെ മാർസെയ്ൽസ് തുറമുഖത്ത് നങ്കൂരമിട്ട കപ്പലിൽ നിന്നും അലകടലിലേക്ക് ചാടി തിരമാലകളോട് പോരാടി കരക്കണഞ്ഞ സവർക്കർ പിന്നീട് പിടിയിലാകുന്നതാണ് പ്രചരിപ്പിക്കപ്പെട്ട കഥ. 1909 ജൂലൈ 17 നടന്നതെന്ന് പ്രചരിപ്പിക്കപ്പെട്ട ആ കഥയെ പരിഹസിക്കുന്നുണ്ട് ഷൂരി തന്റെ പുസ്തകത്തിൽ. ആകെ 10-12 അടി മാത്രം കരയിൽ നിന്ന് ദൂരമുള്ള നിലയിൽ നങ്കൂരമിട്ട ആവിക്കപ്പലിൽ നിന്ന് കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച് സവർക്കർ ചാടി എന്നത് നേരാണ്. പക്ഷേ കരയിലെത്തുമ്പോഴേക്കും കൂടെ ചാടിയ പോലീസ് തീരത്ത് വെച്ച് സവർക്കറെ പൊക്കി വീണ്ടും കപ്പലിലാക്കി എന്നാണ് ഷൂരി തന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഈ കഥയിലെ യഥാർത്ഥ വസ്തുത 1956 ബോംബെ സർക്കാർ ആധികാരികമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും ഷൂരി വ്യക്തമാക്കി. ചിത്രഗുപ്തൻ എന്ന വ്യാജ പേരിൽ സ്വന്തം ആത്മകഥ എഴുതി സ്വയം വീരനായക പരിവേഷത്തിലെത്താനാണ് സവർക്കർ ശ്രമിച്ചതെന്നും ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന ആ പുസ്തകത്തിലാണ് ഇത്തരം വീരവാദങ്ങൾ ഉള്ളതെന്നും ഷൂരിയുടെ പുതിയ പുസ്തകം പറയുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന് ശേഷം ആളുകൾ ഷൂരിയെ വായിക്കുമോ മോദിയുടെ സവർക്കർ സ്തുതി കേൾക്കുമോ എന്നതാണ് പ്രധാന കാര്യം.